നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 33 അംബരീഷ ചരിതം. ശ്ലോകം 6. കൃത്യാഞ്ച താമസ്തരാം ഭുവനം ദഹന്തീം അഗ്രേ അഭിവീക്ഷ്യ നൃപതർണപദാച്ച കമ്പേ ത്വത്ഭക്തപാദമഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ശലഭേൻ മുനി അന്വധാവീത്. പദം കൃത്യാം ച താം അസിതരാം ഭുവനം ദഹന്തീം അഗ്രേ അഭിവീക്ഷ്യ നൃപതിഃ ന പദാച്ച കമ്പേ ത്വത്ഭക്തപാദം അഭിവീക്ഷ്യ സുദർശനം തേ കൃത്യ അനലം ശലഭയൻ മുനി അന്വധാവീത്. അർത്ഥം: ആയുധമേന്തി ഭുവനം മുഴുവൻ ദഹിപ്പിക്കുന്ന ആ പിശാചിയെ മുൻപിൽ കണ്ടിട്ടും രാജാവ് അനങ്ങിയില്ല. അപ്പോഴേക്കും അങ്ങയുടെ സുദർശനം രാജാവിന് നേരിട്ടിരിക്കുന്ന ആപത്ത് കണ്ടറിഞ്ഞ് അഗ്നി പോലെയുള്ള പിശാചിയെ ശലഭത്തെ എന്ന പോലെ നിഗ്രഹിക്കുകയും ഇതിനെല്ലാം കാരണഭൂതനായ ദുർവാസാവ് മഹർഷിയുടെ പിന്നാലെ ചെല്ലുകയും ചെയ്തു. ശ്ലോകം 7. ധാവന്നശേഷഭുവനേഷു വിയാജ പശ്യൻ വിശ്വത്രചക്രമഭിതേ ഗതവാൻ വിരിഞ്ചം കക്കാലചക്രമതിലംഘയതീത്യപാസ്തഃ ശർവം യയൗ സജഭവന്തമവന്തതൈവ. പദം: ധാവൻ അശേഷ ഭുവനേഷു ഭിയ സ പശ്യൻ വിശ്വത്ര ചക്രം അഭി തേ ഗതവാൻ വിരിഞ്ചം കഹ കാലചക്രം അതിലംഘ്യേതി ഇതി അപാസ്തഃ ശർവം യയൗ സഹ ച ഭവന്തം അവന്തത ഏവ. അർത്ഥം: ഭീതനായ മഹർഷി എല്ലാ ലോകങ്ങളിലേക്കും പ്രാണഭയം മൂലം ഓടി. അവിടെയെല്ലാം അങ്ങയുടെ ചക്രത്തെ കണ്ട് ഭയന്ന് അദ്ദേഹം ബ്രഹ്മാവിൻ്റെ അടുക്കലേക്ക് ഓടി. കാലനെപ്പോലെ ദിവ്യശക്തിയും സംഹാരാത്മകതയുമുള്ള ഈ ചക്രത്തെ അതിലംഘിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് പിന്മാറിയപ്പോൾ മുനി ശിവനെ ആശ്രയിച്ചു. ശിവനും അങ്ങയെയും സുദർശനത്തെയും മാനിക്കുകയാണുണ്ടായത്. ശ്ലോകം 8. ഭൂയോ ഭവൻ നിലയമേത്യ മുനിം നമന്തം പ്രോജേ ഭവാനഹമൃഷേന്നനുഭക്തദാസഃ ജ്ഞാനം തപശ്ച വിനയാന്യുതമേവ മാന്യം യാഹംബരീഷപദമേവ ഭജേതി ഭൂമൻ. പദം: ഭൂയഃ ഭവത് നിലയം ഏത്യ മുനിം നമന്തം പ്രോജേ ഭവാൻ അഹം ഋഷേ നനു ഭക്തദാസഃ ജ്ഞാനം തപഃ ച വിനയ അന്വിതം ഏവ മാന്യം യാഹി അംബരീഷ പദം ഏവ ഭജ ഇതി ഭൂമൻ. അർത്ഥം: അനന്തരം അങ്ങയുടെ വാസസ്ഥാനത്തെത്തി നമസ്കരിച്ച മുനിയോട്, അല്ലയോ ഭുവനങ്ങളിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ, അങ്ങ് പറഞ്ഞു, ഹേ മുനി, ഞാൻ ഭക്തദാസനാണ്. ജ്ഞാനവും തപശക്തിയും വിനയത്തോടു കൂടിയതാണെങ്കിൽ മാത്രമേ ആദരണീയമാകുകയുള്ളൂ. താങ്കൾ പോയി അംബരീഷൻ്റെ പാദങ്ങളെ ആശ്രയിക്കുക. ശ്ലോകം 9. താവത് സമേത്യ മുനിനാ സഗൃഹീതപാദോ രാജാവസൃത്യ ഭവത് അസ്ത്രമസൗ അനൗഷീത് ചക്രേ ഗതേ മുനിരദാദഖിലാശിഷോസ്മൈ ത്വത്ഭക്തിമാഗസി കൃതേഭി കൃപാം ച ശംസൻ. പദം: താവത് സമേത്യ മുനിനാ സഗൃഹീത പാദഃ രാജാ അപസൃത്യ ഭവത് അസ്ത്രം അസൗ അനൗഷീത് ചക്രേ ഗതേ മുനിഃ അദാത് അഖില ആശിഷഃ അസ്മൈ ത്വത്ഭക്തിം ആഗസി കൃതേ അഭി കൃപാം ച ശംസൻ. അർത്ഥം: അപ്പോൾ മുനി അംബരീഷിൻ്റെ അരികിൽ ചെന്ന് കാൽ പിടിച്ചു. രാജാവ് അടുത്തിയെന്ന് സുദർശനത്തെ സ്തുതിച്ചു. ചക്രം മറഞ്ഞത് കണ്ട് ആശ്വാസം പൂണ്ട മഹർഷി അങ്ങയിലുള്ള ഭക്തിയെയും തെറ്റ് ചെയ്തിട്ട് പോലും തൻ്റെ നേരെ ചൊരിഞ്ഞ കൃപയെയും പ്രശംസിക്കുകയും അംബരീഷിന് സർവ്വവിധത്തിലുള്ള ആശീസ്സുകൾ നൽകുകയും ചെയ്തു. ശ്ലോകം 10.
രാജാ പ്രതീക്ഷ മുനിമേഘസമാമനാശ്വാൻ സംഭോജ്യ സാധുതം ഋഷിം വിസൃജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതോപി ദൃഢം രഥോഭൂത് സായുജ്യമാവചസ്മാം ഭവനേശപായാഹ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം രാജ പ്രതീക്ഷ മുനി ഏകസമാം അനാശ്വാൻ സംഭോജ്യ സാധു തം ഋഷിം വിസൃജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതഃ അഭി ദൃഢം രഥഃ അഭൂത് സായുജ്യം ആവ ച സഹ മാം പവനേശ പായാഹ. അർത്ഥം: അനന്തരം മഹർഷിയെ പ്രതീക്ഷിച്ച് ഒരു സംവത്സരം നിരാഹാരനായി കഴിഞ്ഞ രാജാവ് അദ്ദേഹത്തെ സംതൃപ്തനാക്കുമാറ് ഭുജിപ്പിച്ച് പ്രസാദിപ്പിച്ച് അയച്ചതിന് ശേഷം സ്വയം ഭുജിക്കുകയും അങ്ങയിൽ പൂർവാധിക ഭക്തിയോടും ആസക്തിയോടും കൂടി ജീവിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, എന്നെയും രക്ഷിക്കണമേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.